Hello guys, here we are beginning a new chapter, chapter 6, writing minutes of meetings, part 1, business communication, paper name, business English. There are certain things which we need to know even before we go into our text. So, what do you mean by a minute? Minute that we know know the term which is very familiar to us, that is a minute which is related to time or clock watchum സമയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് minute എന്ന് നമ്മൾ പറയും. So that is not the minute which we are going to discuss here. Minutes of a meeting, which is also known as minutes of meeting. Minutes എന്ന് മാത്രം പറയും, അല്ലെങ്കിൽ mom, otherwise minutes of meeting എന്ന് പറയും. It's an official record of the meeting for its participants. ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം എന്തൊക്കെയാണ് ഒരു മീറ്റിംഗിൽ എടുത്ത ഡിസിഷൻസ്, എന്തൊക്കെയാണ് ആ മീറ്റിംഗിൽ പറഞ്ഞത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയ പോയിന്റ്സ് അടങ്ങിയ ഒരു മീറ്റിംഗിന്റെ റിപ്പോർട്ടിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് വിളിക്കുക, ഓർ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ ടീംമേറ്റ്സ് ഹു വെയർ അൺഏബിൾ ടു അറ്റൻഡ്. ആർക്കെങ്കിലും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ this minutes is the source of information for them to know about the things which discussed in the മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അറിയാനുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഒരു ഉപാധിയാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. A permanent written record for future references about decisions made. എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുത്തത്, അത് ആരുടെയൊക്കെ അഭിപ്രായ പ്രകാരമാണ് എടുത്തത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള രേഖയാണ് എഴുതപ്പെട്ടിട്ടുള്ള, റിട്ടൺ റെക്കോർഡാണ്, എഴുതപ്പെട്ടിട്ടുള്ള രേഖയാണ് മിനിറ്റ്സ്. ഇറ്റ്സ് എ ബാക്കപ്പ് ഡോക്യുമെന്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. It includes the most relevant pieces of information. It includes the most relevant pieces of information. അപ്പോൾ മിനിറ്റ്സിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള പീസ് ഓഫ് ഇൻഫർമേഷൻ മിനിറ്റ്സിൽ എഴുതിയിട്ടുണ്ടാവും. Then, to write an effective meeting minutes, you should include. What are the things we should include in a minutes? മിനിറ്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മീറ്റിംഗ് നെയിം ആൻഡ് പ്ലേസ്, date and time of the meeting, list of meeting participants, purpose of the meeting, for each agenda items, decisions, action items, and next step, next meeting date and place, documents to be included in the meeting report. ഒന്നും കൂടി പറയാം. ആദ്യം ചേർക്കേണ്ടത് മീറ്റിംഗ് നെയിം ആൻഡ് പ്ലേസ്, മീറ്റിംഗ് നടന്ന സ്ഥലവും സമയവും, ആ മീറ്റിംഗ് എന്തിനു വേണ്ടി കൂടിയത് എന്നുള്ളതിൻ്റെ പേര്, സ്ഥലം, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ മീറ്റിംഗ്, ഡേറ്റും ടൈമും, ലിസ്റ്റ് ഓഫ് മീറ്റിംഗ് പാർട്ടിസിപ്പൻസ്, ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്നുള്ള ഡീറ്റെയിൽസ്, പർപ്പസ് ഓഫ് മീറ്റിംഗ്, എന്തിനു വേണ്ടി കൂടിയതാണ് മീറ്റിംഗ്, ആ മീറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ മീറ്റിംഗ്, ഫോർ ഈച്ച് അജണ്ട ഐറ്റംസ്, അതായത് ഡിസിഷൻസ് എന്തൊക്കെയാണ് എടുത്തത്, ഓരോ അജണ്ട, അതായത് നമ്മൾ പഠിച്ചതാണ് അജണ്ട എന്താണ്. മീറ്റിങ്ങിന് മുൻപ് നമ്മൾക്ക് ലഭിക്കുന്ന മീറ്റിംഗ് ഒരു പ്ലാനിന്, ഷോർട്ട് പ്ലാനിനെയാണ് നമ്മൾ അജണ്ട എന്ന് വിളിക്കുക. എന്തൊക്കെയാണ് മീറ്റിങ്ങിൽ പറയാൻ പോകുന്നത് എന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു എഴുതിയ ധാരണയ്ക്കാണ് നമ്മൾ അജണ്ട എന്ന് പറയുക. അപ്പോൾ അജണ്ടയിൽ ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ അജണ്ട ഐറ്റംസിലും ഏതൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്, ഏതൊക്കെ ഡിസ്കഷൻ നടന്നു, അതിന്റെ ഡിസിഷൻ എന്താണ്, അതിന്റെ ആക്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നെക്സ്റ്റ് മീറ്റിംഗ് ഡേറ്റ് ആൻഡ് പ്ലേസ്, ഇത് സംബന്ധിയായിട്ടോ
ഉള്ള നെക്സ്റ്റ് മീറ്റിങ്ങും അതിൻ്റെ ഡേറ്റും അതിൻ്റെ പ്ലേസും ഒക്കെ ഉണ്ടാവും മിനിറ്റ്സിൽ. ഡോക്യുമെന്റ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ മീറ്റിംഗ് റിപ്പോർട്ട്. മീറ്റിംഗ് റിപ്പോർട്ടിൽ ഡോക്യുമെന്റ്സ്, അതായത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും. ഏതെങ്കിലും ഡോക്യുമെന്റ് ആരെങ്കിലും ഇതിൽ പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ മിനിറ്റ്സിൻ്റെ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് എല്ലാം മിനിറ്റ്സിൽ അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. So these are the things which we have to include while we prepare a minute. Then, what is the purpose of meeting minutes? നമ്മൾ വിചാരിക്കും, എന്തിനാണ് why do we prepare a minutes after a meeting? എന്തിനാണ് നമ്മളൊരു മിനിറ്റ്സ് മീറ്റിങ്ങിന് ശേഷം എഴുതുന്നത്? You shouldn't be intimidated by the term minutes, since it's actually a little misleading. ഈ ഒരു minutes എന്ന് പറയുന്ന വേർഡ് തന്നെ ആക്ച്വലി ഒരു മിസ്ലീഡിംഗ് ടേം ആണ്. After all, your committee or board doesn't want or need a record of its meeting proceedings minute by minute. നമ്മൾക്ക് മിനിറ്റ് ബൈ മിനിറ്റ് എല്ലാ അതിൽ വന്ന് സംസാരിച്ച റെലവൻറ്റും ഇറലവൻറ്റും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മിനിറ്റ്സിൽ എഴുതണ്ട. ഇറ്റ് ഈസ് നോട്ട് നീഡ് ടു റൈറ്റ് every relevant and irrelevant details in a minute. എല്ലാ ഡീറ്റെയിൽസും അല്ല എഴുതേണ്ടത്. We need to record all the relevant details, all the details which is relevant to the particular, for the purpose of that particular meeting. ആ മീറ്റിംഗ് എന്തിനാണ് കൂടിയത് അതിന് വേണ്ടിയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ മിനിറ്റ്സിൽ എഴുതേണ്ട കാര്യമുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്യാപ്ചർ ദ എസൻസ് ഓഫ് ദ മീറ്റിംഗ്, ഇൻക്ലൂഡിങ് ഡീറ്റെയിൽസ് സച്ച് ആസ് ഡിസിഷൻസ് മെയ്ഡ്, എന്തൊക്കെ ഡിസിഷൻ എടുത്തു എന്ന് നമ്മൾ മിനിറ്റ്സിൽ എഴുതണം. നെക്സ്റ്റ് സ്റ്റെപ്സ് പ്ലാൻഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അടുത്തത് എന്താണ്, ഈ ഡിസിഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് വാട്ട് ആർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലാൻഡ് ബൈ ദ മെമ്പേഴ്സ് അറ്റൻഡീസ് ഓഫ് ദ മീറ്റിംഗ്. മീറ്റിംഗിൽ കൂടിയ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രാക്കിംഗ് ഓഫ് ആക്ഷൻ ഐറ്റംസ്. എന്തൊക്കെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യണത്, നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാട്ട് ആർ ദ തിങ്സ് വിച്ച് വി നീഡ് ടു ഫോളോ അപ്പ്, നമ്മൾ എന്തൊക്കെ ഫോളോ അപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ട്രാക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിനിറ്റ്സ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിറ്റ്സ് കീപ്പ് ചെയ്യുന്നത്. മിനിറ്റ്സ് ആർ tangible record of the meeting for its participants and a source of information for members who were unable to attend ചെയ്യാത്ത ആൾക്കാർക്കും. ഇപ്പോൾ നമ്മൾ ഈവൻ ഇഫ് വി ഹാവ് അറ്റൻഡഡ് എ മീറ്റിംഗ്, വി മൈറ്റ് forget several things or some minute things, some decisions which we have taken in the മീറ്റിങ്ങിൽ എടുത്തിട്ടുള്ള ഡിസിഷൻ ചിലപ്പോൾ നമ്മൾ മറന്നുപോയിന്നിരിക്കാം, ചിലപ്പോൾ ചില ഡേറ്റുകൾ മറന്നുപോയിന്നിരിക്കാം. ഇന്ന ദിവസം ഇന്നത് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വി മൈറ്റ് റിമെമ്പർ ദ ഡേറ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്സ് ടു ബി ഫുൾഫിൽഡ്. ആ കാര്യം ചെയ്ത് തീർക്കേണ്ട ഡേറ്റ് ചിലപ്പോൾ മറന്നുപോയിന്നിരിക്കാം. For that purpose, if we go and refer this minutes of the meeting, we'll get the details. Okay. In some cases, meeting minutes can act as a reference point. For example, when a meeting's outcomes impact other collaborative activities or projects within the organization. ചിലപ്പോൾ മീറ്റിങ്ങിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് മറ്റു ചില കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ടതായിരിക്കാം. Minutes can serve to notify or remind individuals of tasks assigned to them and or timelines. As I have said earlier, it will remind us of the details which we might forget. നമ്മൾ ചിലപ്പോൾ മറന്നു പോകാവുന്ന ചില ഡീറ്റെയിൽസുകൾ, വളരെ ഇമ്പോർട്ടൻറ്റും മൈന്യൂട്ടുമായിട്ടുള്ള ചില ഡീറ്റെയിൽസും വളരെ ഇമ്പോർട്ടൻറ്റും വളരെ വലുതുമായിട്ടുള്ള ചില ഡീറ്റെയിൽസും ഒക്കെ നമ്മളെ രണ്ടാമതൊന്നും കൂടി ഓർമ്മിപ്പിക്കാൻ മിനിറ്റ്സ് വിൽ ഹെൽപ്പ്. Hope you got it. What are the steps involved
with meeting minutes. എന്തൊക്കെയാണ് ഒരു മിനിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സ്റ്റെപ്സ്? എന്തൊക്കെ സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്കൊരു മിനിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം? പ്രീ പ്ലാനിങ് മുൻകൂട്ടി നമ്മൾ പ്രീ പ്ലാൻ ചെയ്യണം. We'll get an agenda and somebody will assign as for the minutes. നിങ്ങളാണ് നെക്സ്റ്റ് മീറ്റിംഗ് തൊട്ട് മിനിറ്റ്സ് എഴുതേണ്ടത് എന്ന് നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ സുപ്പീരിയർ അല്ലെങ്കിൽ നമ്മളുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ ലീഡൊക്കെ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ then we have to pre-plan it. That is, അജണ്ട നോക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ സംസാരിക്കാൻ പോകുന്നത്, അപ്പൊ അതിനെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒക്കെ നടത്തുക. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, അല്ലെങ്കിൽ ചിലപ്പോൾ മീറ്റിംഗിൽ ചെന്നിരിക്കുമ്പോൾ തന്നെ നമുക്കത് ആൾക്കാർ പറയുമ്പോൾ we may not be able to understand what they are discussing about. എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. So for that we have to have a background story of the things which is going to be discussed in the meeting. മീറ്റിംഗിൽ പങ്കെടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രീ പ്ലാനിങ്. വേറെയുണ്ട്, ഇതൊരു വലിയ മീറ്റിംഗ് ആണ്, രണ്ടാമതൊന്നും കൂടി ചോദിക്കാൻ പറ്റില്ല ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എന്നൊക്കെ ഉണ്ടെങ്കിൽ we need to carry something to be record. അതായത് റെക്കോർഡ് ചെയ്യാനായിട്ട്, അത് വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടോ അതിനുള്ള എക്യുപ്മെന്റ്സ് കയ്യിൽ കരുതണം. നോട്ട് ടേക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. Then second step, record taking at the meeting. അതിപ്പോൾ വോയിസ് റെക്കോർഡോ വീഡിയോയോ നോർമലി നമ്മൾ റിട്ടേൺ ആയിട്ട് നോട്ട്സ് ആണ് എഴുതിയെടുക്കാറ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. Third step, minutes writing on or transcribing. നമ്മൾ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എടുത്തു വെച്ചിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ, റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതൊന്ന് ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതി ഉണ്ടാക്കും. Distributing or sharing of meeting minutes. വലിയൊരു മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ it is not possible to write the minutes of the meeting by a single person. So for that purpose we need to share each slot to different persons. കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം. അപ്പം അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക. The fifth step is filing or storage of minutes for future reference. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം, ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് we can file or store that in some place. Okay. That are the steps involved with meeting minutes. So now we are going to discuss meeting minutes template. This is an example, or this is a template for meeting minutes. Organization name top nadukku, then meeting minutes എന്നൊരു ഹെഡിങ്, ഡേറ്റ്, ടൈമും കൊടുക്കുക, ഓപ്പണിംഗ്, when the meeting was called to order, where it was being held, and who called it to order. അതായത് എവിടെയാണ് മീറ്റിംഗ് ചെയ്തത്, ആരാണ് മീറ്റിംഗ് വിളിച്ചത്, എവിടെയാണ് നടന്നത് എന്നൊക്കെ. Next, present. All present members. Absent. Any members who were not present. Approval of agenda, approval of minutes. അതായത് ഇപ്പോൾ കറന്റ്ലി നമ്മൾ പങ്കെടുത്തോണ്ടിരിക്കുന്നല്ല, ആ പങ്കെടുത്ത മീറ്റിംഗിന്റെ അജണ്ട അപ്രൂവ് ചെയ്തു എന്നുള്ളത് അപ്രൂവൽ ഓഫ് അജണ്ട. അതിന് തൊട്ട് മുൻപുള്ള മീറ്റിംഗിന്റെ മിനിറ്റ്സ് അപ്രൂവ് ചെയ്തു എന്നുള്ള അത് ഡീറ്റെയിൽസ്. ബിസിനസ് ഫ്രം ദ പ്രീവിയസ് മീറ്റിംഗ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം കച്ചവടം എന്നുള്ള അർത്ഥമല്ല, കാര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ്. Okay. Business from the previous meeting. Any motions or topics that were previously raised. A brief discussion of what took place and where they were approved or rejected. Or they were approved or whether they were approved or rejected. അതായത് തൊട്ട് മുൻപ് നടന്ന മീറ്റിങ്ങിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടോ, അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ,
അത് ചെയ്യാൻ വേണ്ടി അപ്രൂവ് ചെയ്തോ, അത് ചെയ്ത കാര്യങ്ങൾ അപ്രൂവ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ എന്നുള്ള ഡീറ്റെയിൽസ്. ന്യൂ ബിസിനസ്, അതായത് അന്നത്തെ മീറ്റിംഗിൽ ചെയ്ത കാര്യങ്ങൾ. എനി മോഷൻസ് ഓർ ടോപ്പിക്സ് ദാറ്റ് വെർ റേസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദിസ് മീറ്റിംഗ്, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ടു പ്ലേസ് ആൻഡ് വെദർ ദേ വെർ അപ്രൂവ്ഡ് ഓർ റിജക്റ്റഡ്. ആ മീറ്റിംഗിൽ, നമ്മളിപ്പോൾ മിനിറ്റ്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന മീറ്റിംഗിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉന്നയിച്ചോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിസിഷൻസോ മറ്റു കാര്യങ്ങളോ എടുത്തോ എന്നുള്ളത്. അഡീഷൻസ് ടു ദ അജണ്ട. Any additional items that were raised by committee members. അജണ്ട അല്ലാതെ നമ്മൾ other any other objects, any other business, AOB, right? അതല്ലേ നമ്മൾ അജണ്ടയിൽ പറഞ്ഞിരുന്നത്, ഏറ്റവും മിസ്സലേനിയസ് തിങ്സ് എന്നുള്ളതിന് പകരം. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ എന്താണ് മറ്റ് അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത മറ്റു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഡിസിഷൻസ് എടുത്തത് എന്നുള്ളത് ഡീറ്റെയിൽസ്. അജോൺമെന്റ്, what time the meeting was adjourned, by whom, as well as where the next meeting will be held and when. അജോൺമെന്റ് എന്ന് പറഞ്ഞാൽ വിളിച്ചു ചേർക്കൽ എന്നാണ് അർത്ഥം. ഈ മീറ്റിംഗ്, ഈ മിനിറ്റ്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ആരാണ് വിളിച്ചു ചേർത്തത്, എപ്പോഴാണ് വിളിച്ചു ചേർത്തത്, നെക്സ്റ്റ് മീറ്റിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തത് എവിടെയാണ് ചേരുന്നത്, എത്ര മണിക്കാണ് ചേരുന്നത്. മിനിറ്റ്സ് സബ്മിറ്റഡ് ബൈ, ആരാണ് മിനിറ്റ്സ് സബ്മിറ്റ് ചെയ്തത്. മിനിറ്റ്സ് അപ്രൂവ്ഡ് ബൈ, ആരാണ് മിനിറ്റ്സ് അപ്രൂവ് ചെയ്തത് എന്നുള്ള ഇത്തരത്തിലാണ് നമ്മൾ ഒരു മിനിറ്റ്സ് എഴുതുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് എൻ എക്സാമ്പിൾ. ഇച്ചിരി ചെറുതാണ്. ഐ തിങ്ക് ഐ ക്യാൻ അപ്ലോഡ് ദിസ് പെർട്ടിക്കുലർ ഇമേജ് ഇൻ അവർ ഗൂഗിൾ ക്ലാസ് റൂം. നമ്മൾ എന്താ മുൻപ് പറഞ്ഞ ഓർഗനൈസേഷണൽ നെയിം പറഞ്ഞു അല്ലേ. സി, ടൊറന്റോ അസോസിയേഷൻ ബൈ ബീ കീപ്പേഴ്സ്, അതാണ് അസോസിയേഷൻ നെയിം. നെക്സ്റ്റ് എന്ത് പറഞ്ഞു, മീറ്റിംഗ് മിനിറ്റ്സ് എന്നുണ്ട്. ഡേറ്റ് April 25, 2019. So while the thing which we have to keep it in mind while we write the date is, ഒന്നെങ്കിൽ ഇതുപോലെ April 25, 2019 എഴുതാം. അല്ല എങ്കിൽ 25 April, ഒന്നും ഇടാതെ 2019 എന്ന് വേണമെങ്കിലും എഴുതാം. ഈ രണ്ട് രീതിയിലും നമുക്ക് ഡേറ്റ് എഴുതാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഓപ്പണിംഗ് എന്നാണ് പറഞ്ഞത്. ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. ഓപ്പണിംഗ്, ദ റെഗുലർ മീറ്റിംഗ് ഓഫ് ദ ടൊറന്റോ അസോസിയേഷൻ ഓഫ് ബീകീപ്പേഴ്സ് വാസ് കോൾഡ് ടു ഓർഡർ അറ്റ് 6 PM on April 25, 2019 in the hive by ടാറ്റിയാന മൊറന്റ്. അപ്പൊ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് സാധാരണ ഒരു മീറ്റിംഗ് കൂടുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു സാധാരണ മീറ്റിംഗ് കൂടി. നെക്സ്റ്റ് എന്താ പറയുന്നത്, പ്രസന്റ്. ആരൊക്കെയാണ് പ്രസന്റ് ചെയ്തത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ്, പേരും അവരുടെ ഡെസിഗ്നേഷനും. സി, ടാറ്റിയാന മൊറന്റ്, ഫെസിലിറ്റേറ്റർ, ഡ്രൂസ ശ്യാമള, സെക്രട്ടറി, ഇത്തരത്തിലുള്ള പേരുകളും. Then who were absent? James Clarkson, marketing manager. He was absent on the day of the meeting. Approval of agenda. The agenda was unanimously approved as distributed. ഇതിങ്ങനെ നോർമലി പറയാറുള്ളൂ, അപ്രൂവ് ചെയ്തില്ലെന്ന് സാധനം പറയാറില്ല. Approval of minutes. The minutes of the previous meeting were unanimously approved as distributed. ഇതേ സെന്റൻസ്, ഈ രണ്ട് സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ സെന്റൻസ് it is a good sentence. You can write it for your exams. നിങ്ങളുടെ എക്സാംസിന് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് എന്താണ്, ബിസിനസ് ഫ്രം ദ പ്രീവിയസ് മീറ്റിംഗ്. Budget committee report. The budget of 2019 has been finalized and was distributed at this meeting by Saifullah Dagne, who led the committee. ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ന്യൂ ബിസിനസ്.
ന്യൂ ഹൈവ് റിസർച്ച് പുതിയ ഇപ്പൊ ചെയ്യുന്ന സോറി അതിന്റെ ഡീറ്റെയിൽസ് രണ്ട് ബിസിനസ് ഫ്രം ദ പ്രീവിയസ് മീറ്റിംഗിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂ ബിസിനസ്, മാർക്കറ്റിംഗ് പ്ലാൻ ഫോർ ഗാല, ഡെഫേർഡ് ഫോർ നെക്സ്റ്റ് മീറ്റിംഗ്. അപ്പോൾ പുതിയ കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ ഒരു മീറ്റിംഗിൽ എടുത്ത കാര്യം എന്ന് പറയുന്നത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അഡീഷൻസ് ടു ദ അജണ്ട, അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് അഡീഷൻസ് ടു ദ അജണ്ട. അജണ്ട ഫോർ നെക്സ്റ്റ് മീറ്റിംഗ്, അടുത്ത മീറ്റിംഗിലുള്ള അജണ്ട. അഡ്ജോൺമെന്റ്, മീറ്റിംഗ് വാസ് adjourned at 8:30 p.m. by Tatiana Morant. The next general meeting will be at 6 p.m. on Monday 22nd, on May 22nd. Here May 22nd ND എന്ന് മുകളിൽ എഴുതേണ്ട കാര്യമില്ല, അങ്ങനെ ആവശ്യമില്ല. May 22nd എന്ന് 22 എന്നിട്ടിട്ട് കോമ ഇട്ടിട്ട് ഇയർ ഇട്ടാൽ മതി. ND എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, എവിടെയാണ് നടക്കുന്നതെന്നുള്ളത്. മീറ്റിംഗ് സബ്മിറ്റ് ചെയ്തത് ഡ്യൂസ ശ്യാമള, then approved by Andre Carver. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് everything. If you have any doubts, you can call me, or you can ping me in my WhatsApp, or you can post your doubts in our Google Classroom itself. So don't forget to mark your attendance. Thank you.